ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജാനകിയോട് നമ്മുടെ അബി വിവരങ്ങളൊക്കെ പറയുവാണ്. അബി പേടിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുകയാണ്. അളകാപുരി തകർന്നടിയാൻ പോവുകയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ജാനകി ചോദിച്ചു, എന്താ അബിയേട്ടൻ എന്താ പറയുന്നത്, എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ അജയാണ് തമ്പിയുടെ വക്കീലെന്നുള്ള കാര്യം പറഞ്ഞത് കേട്ടപ്പോൾ ജാനകി നടുങ്ങി. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കൂടിയാണ് ഇനി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടാൻ പോകുന്നതെന്നുള്ള കാര്യവും പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അബിയേട്ടാ, അതെ, ഇന്നലെ രാത്രി അജയുടെ സാന്നിധ്യത്തിൽ വെച്ച് അപർണ അത് പറയുകയായിരുന്നു എന്നുള്ള കാര്യം അബി പറഞ്ഞു കേട്ടോ. നിരഞ്ജനയും കൂടെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ നിരഞ്ജനയ്ക്കെതിരെ വാദിക്കാൻ അജയ്ക്ക് കഴിയുമോ എന്ന് ജാനകി ചോദിക്കുമ്പം, കഴിയാഞ്ഞിട്ടാണോ തമ്പിയുടെ വക്കാലത്ത് അവൻ ഏറ്റെടുത്തതെന്ന് ചോദിക്കുക അബി. നമ്മൾ നിരഞ്ജനയെ കേസ് ഏൽപ്പിച്ചതിന് അതേ നാണയത്തിൽ അപർണ തിരിച്ചടിച്ച് കഴിഞ്ഞു എന്നുള്ള കാര്യം അബി ജാനകിയോട് പറയുമ്പോൾ ജാനകിക്ക് ടെൻഷൻ കൂടി. നിരഞ്ജനയുടെയും അജയുടെയും ജീവിതത്തെ കൂടി ഈ കേസ് ബാധിക്കാൻ പോവുകയാണെന്നും പറഞ്ഞു. ഒന്നും രണ്ടും ജീവിതങ്ങളൊന്നും അല്ല തകരാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ, ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമല്ല എന്നും അജയ് വക്കീൽ പണി ഉപേക്ഷിച്ചതല്ലേന്നും ജാനകി ചോദിക്കുക. എന്നിട്ടും അപർണയുടെ വലയിൽ എങ്ങനെയാണ് അവൻ പോയി വീണതെന്നുള്ള കാര്യമൊക്കെ ചോദിക്കുക. പണത്തിന് വേണ്ടിയിട്ടാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, നിരഞ്ജനയെ നമ്മൾ കേസ് ഏൽപ്പിച്ചത് വലിയ മണ്ടത്തരമായി പോയെന്ന് അബി ജാനകിയോട് പറയുക. അപ്പോൾ ജാനകിക്ക് വീണ്ടും ടെൻഷൻ കൂടി വന്നുകൊണ്ടിരിക്കുക. ഉണ്ണിത്താൻ സാറിന് അജയുടെ കാര്യത്തിൽ എന്നും അതൃപ്തിയായിരുന്നുവെന്നും പക്ഷേ അയാളത് മുതലെടുക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണെന്നും പറഞ്ഞു. ഒരു കുടുംബമാണ് തകർന്നു പോകാൻ പോകുന്നതെന്ന കാര്യവും ജാനകിയോട് അബി തുറന്ന് സംസാരിക്കാം. നിരഞ്ജനെയും അജയെയും വേർതിരിക്കാനുള്ള ആ ഒരു പരിശ്രമം അത് വിജയത്തിലെത്തും എന്ന് പറയുമ്പം, അല്ലെങ്കിലും അവരുടെ ബന്ധത്തിന് അധിക ആയുസ്സൊന്നും ഇല്ല എന്ന് പറഞ്ഞു ജാനകി. അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് അബി ചോദിക്കുമ്പോൾ, അത് പിന്നെ അബിയേട്ടൻ അജയോട് സംസാരിച്ച് പ്രശ്നമാക്കുമെന്ന് കരുതിയാണ് ഞാനത് പറയാതിരുന്നതെന്നുള്ള കാര്യം ജാനകി പറയും കേട്ടോ അബിയോട്. അതിനുശേഷം ജാനകി, നമുക്ക് പറ്റിപ്പോയ ഏറ്റവും വലിയൊരു അബദ്ധമായിരുന്നു അജയുടെ കാര്യത്തിലെടുത്ത തീരുമാനങ്ങളെന്ന് ജാനകി അബിയോട് പറയുക. ഹണി റോസ് ആരാണെന്ന് അബിയേട്ടന് അറിയാവുന്ന ചോദിച്ചു. അവൾ എന്തിനാണ് അളകാപുരിയിൽ കയറി ഇറങ്ങി നടക്കുന്നതെന്ന് ഇനിയെങ്കിലും അറിയണമെന്നും പറഞ്ഞ് നടന്ന കാര്യങ്ങൾ മുഴുവൻ ജാനകി അബിയോട് പറയാം. അപ്പോൾ അവളും ശരണും തമ്മിലായിരുന്നില്ലേ അടുപ്പം എന്ന് ചോദിച്ചപ്പം, ശരണിനെ അവൻ അതിൽ കുടുക്കിയിട്ടതാണെന്നുള്ള കാര്യം പറയുവാണെന്നേരം ജാനകി. ആ ഒരു സത്യം മനസ്സിലാക്കിയാണ് അമൃത തിരിച്ചു പോയതെന്ന കാര്യവും പറഞ്ഞു. ഇതൊക്കെ കേട്ട അബി അന്തം വിട്ടിങ്ങനെ നിൽക്കുക. സത്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയല്ലേ. അജയുടെ എല്ലാ കളികളും നിരഞ്ജനയ്ക്ക് അറിയാമെന്ന കാര്യവും ജാനകി പറഞ്ഞു. ഹണിയുമായി ചേർന്നാണ് അജയ് ബാംഗ്ലൂരിൽ പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാൻ പോകുന്നതെന്നുള്ള കാര്യം ഉൾപ്പെടെ എല്ലാം നമ്മുടെ ജാനകി വള്ളി വിടാതെ ഇങ്ങ് പറഞ്ഞു കേൾപ്പിച്ചു. അജയ്ക്കെതിരെ ശക്തമായിട്ടൊരു തെളിവിന് വേണ്ടി കാത്തിരിക്കുകയാണ് നിരഞ്ജന എന്ന് പറയുന്നത് കേട്ടപ്പം, അജയ്ക്ക് വേണ്ടത് പണമാണെന്നും അത് അപർണ അവൻ ഓഫർ ചെയ്ത് കാണുമെന്നുള്ള കാര്യവും പറഞ്ഞു അബി. കേസ് പിടിക്കാനും കാരണം അത് തന്നെയായിട്ട് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പം, അജയുടെയും നിരഞ്ജനയുടെയും ബന്ധം വേർപെടുമെന്നുള്ളൊരു കുറ്റബോധമൊന്നും നമുക്ക് ആവശ്യമില്ല. അവളെ പിടിച്ചു വച്ചിരിക്കുന്നത് ഞാനാണെന്നും അല്ലെങ്കിൽ അവരെന്നേ രണ്ട് വഴിക്ക് ആയേനേ എന്നുള്ള കാര്യങ്ങളും നമ്മുടെ ജാനകി പറയുമ്പോൾ, പ്രതിഭാഗം വക്കീൽ അജയായ സ്ഥിതിക്ക് നമ്മൾ വളരെയേറെ സൂക്ഷിക്കാനുണ്ടെന്ന് പറഞ്ഞു. അവൻ നിസ്സാരക്കാരനല്ല എന്നും അബി. അങ്ങനെ ഈ ഒരു കാര്യം ഇവർ രണ്ടുപേരും കൂടെ പറയുന്ന ഒരു സമയത്ത്, ഞാനിപ്പോൾ വരാം, ഒന്ന് നിരഞ്ജനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ജാനകി അങ്ങ് പോയി. അപ്പോൾ അബി ഇങ്ങനെ അവിടെ ഇനി എന്താകുമെന്ന് ആലോചിച്ച് ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. ഫോൺ എടുത്ത് അബിയും അബിയുടേതായ വിളികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്, ഇതിനിപ്പോൾ ആരോടെങ്കിലും എനിക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ അബി ആകെ ധർമ്മസങ്കടത്തിലായിട്ട് ഇങ്ങനെ നിൽക്കുക. അബിയുടെ മനസ്സിലേക്ക് പെട്ടെന്നൊരു മുഖം ഓടി വന്നു. അബി ഇങ്ങനെ നിൽക്കുക. ഈ ഒരു സമയത്താണ് പിന്നെ കാണിക്കുന്നത്, തമ്പി അളകാപുരിയിലേക്ക് വന്നതാണ്. കയ്യിൽ കഷത്തിലൊരു ബാഗൊക്കെ ഉണ്ട്. എന്നിട്ട് മോളെ എന്നും പറഞ്ഞ് വിളിക്കുക. അപ്പോൾ അമൽ അവിടെ ഇരിപ്പുണ്ട്. അമലിൻ്റെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. പെട്ടെന്ന്, എന്താ അങ്കിളെ പതിവില്ലാതെ ബാഗൊക്കെ ആയിട്ട് അമൽ ചോദിച്ചു കേട്ടോ. ഞാൻ വന്നത് എൻ്റെ വക്കീലിനെ കാണാനാണെന്ന് പറയുമ്പം, വക്കീലിന് ഓഫീസൊന്നും ഇല്ലാത്ത നിലയ്ക്കോ, വീട്ടിൽ വന്നല്ലേ കാണാൻ പറ്റുള്ളൂ അല്ലേ? ഉടനെ ഓഫീസ് തുറക്കുമെന്ന് അജേട്ടൻ പറയുന്നത് കേട്ടു എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ നിരഞ്ജന ഇറങ്ങി വരുന്നത്. നീ നിൽക്ക്, നീ എന്നെ കണ്ടിട്ട് എന്താടി മൈൻഡ് ചെയ്യാതെ പോകുന്നു, നീ നമ്മുടെ നിന്നേന്നും പറഞ്ഞ് നിരഞ്ജനയെ പിടിച്ച് നിർത്തുവാണ് ഈ തമ്പി. ഞാൻ കാണാൻ വന്നത് നിൻ്റെ ഭർത്താവിനെയാണെന്നും പറഞ്ഞു. അപ്പോൾ ഭാര്യയും ഭർത്താവിൻ്റെ കൂടെ ഉണ്ടാവണം, അതുമാത്രമല്ല ഭർത്താവ് വേണ്ട എന്ന് വെച്ച തൊഴിൽ തുടങ്ങിയ ഒരു സമയം കൂടിയല്ലേ ഇത് എന്ന് ചോദിച്ചു. അതും പടനിലത്ത് തമ്പി കാരണം. ഇതൊക്കെ അല്ലേടി മോളെ ഒരു ഭാര്യയ്ക്ക് സന്തോഷിക്കാൻ പറ്റിയ സമയം അല്ലേടി എന്നൊക്കെ ചോദിച്ചിങ്ങനെ നമ്മുടെ കളിയാക്കുക നിരഞ്ജനെ. തമ്പിക്ക് കേസൊന്നും ഒരു പുത്തരിയല്ലെന്നും ഇതിനു മുൻപും പല കേസുകളും തമ്പിയുടെ പേരിൽ ഉണ്ടായിട്ടുണ്ടെന്നും അതിനൊക്കെ ഞാൻ തിരിച്ചു മറുപടി കൊടുത്തിട്ടുണ്ടെന്നും ഇങ്ങനെ ഒരു കള്ളക്കേസ് പടച്ചുണ്ടാക്കിയതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് തമ്പി അത് കേട്ട് കഴിഞ്ഞാൽ അങ്ങ് മുള്ളിപ്പോകുമെന്നാണെന്നൊക്കെ പറഞ്ഞ് തമ്പി അവിടെ കിടന്ന് വലിയ ഡയലോഗ് ഇറക്കുമ്പോൾ, തമ്പി സാർ എന്നെ പിടിച്ച് നിർത്തിയത് കൂടി ഞാൻ ചോദിക്കാം, പിന്നെന്തിനാ ഒന്ന് കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നപ്പം അത് പൊക്കി പിടിച്ച് ഇങ്ങോട്ട് ഓടി വന്നത് എന്ന് നിരഞ്ജന ചോദിച്ചു. ആ സമയത്ത് തമ്പിയുടെ നാവം നടഞ്ഞു. പെട്ടെന്നാണ് അജയും അപർണയും കൂടെ ഇറങ്ങി വരുന്നത്.
അത് അച്ഛൻ പേടിച്ചിട്ടാണെന്നാണോ നീ കരുതിയതെന്ന് അപർണ വന്ന് ചോദിക്കുക. അച്ഛൻ ഈ വീട്ടുകാരെ വിശ്വാസം വരാത്തത് കൊണ്ടാണെന്നും ഈ വീട്ടിലുള്ള ഒരാൾ കേസിന് പോയാൽ ആരായാലും ഒന്ന് അമ്പരന്ന് പോകില്ലേന്ന് അപർണ ചോദിച്ചു. അപ്പം അമൽ പിന്നെ അമ്പരന്ന് പോകാതെ പിന്നെ എൻ്റെ അമ്പരപ്പ് ഇതുവരെ മാറിയിട്ടില്ല. തമ്പി അങ്കിളും ഒന്ന് അമ്പരന്ന് ഓടിയതല്ലേന്ന് ചോദിച്ചു അമൽ അന്നേരം. അയ്യോ അത് പേടിച്ചിട്ടാണെന്ന് ഏട്ടത്തി കരുതൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആക്കിയൊരു പറച്ചിൽ. അപ്പോൾ തമ്മികൾ എന്തിനാ എന്നെ കാണുമെന്ന് പറഞ്ഞെന്ന് അജയ് ചോദിക്കുമ്പം അതൊക്കെ പറയാം. കേസിൻ്റെ വക്കാലത്തേറ്റാൽ ഒരു തുക അഡ്വാൻസ് ആയിട്ട് ഞാൻ എൻ്റെ വക്കീലിന് കൊടുക്കുന്ന ഒരു പതിവുണ്ടെന്നും ഒരു കള്ളക്കേസാണെങ്കിലും ഞാൻ ആ പതിവ് തെറ്റിക്കുന്നില്ല. പിന്നെ ഇതൊരു കള്ളക്കേസാണെന്ന് തെളിയിക്കേണ്ട ചുമതല വക്കീലിനുണ്ടല്ലോ അല്ലേ എന്നും ചോദിച്ചു. ആ സമയത്ത് അജയ് അവിടെ നിന്ന് ഇങ്ങനെ വല്ലാതായിട്ട് നിൽക്കുക. അജയ്ക്കാണെങ്കിൽ ആകെ ഒരു വെപ്രാളവും ടെൻഷനും ഒക്കെ. നിരഞ്ജന തൊട്ടരികിൽ നിൽക്കുന്നു. അപ്പോൾ അപർണ ഭയങ്കര ഹാപ്പിയാണ്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുന്നതിൻ്റെതായ ഒരു സന്തോഷം. ഒരു കെട്ട് നോട്ടൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ കൈയിട്ട് അമ്മാനം ആടിയിട്ട് വക്കീൽ അഡ്വാൻസ് ഐശ്വര്യമായിട്ട് പിടിക്കാൻ പറഞ്ഞ് അജയുടെ കയ്യിലേക്ക് കൊടുത്തു. അജയ്ക്ക് ഇത് മേടിക്കാൻ ഒരു എന്തോ പോലെ. തമ്പിയുടെ വക്കീലിന് തമ്പി ഒരു വില ഇട്ടിട്ടുണ്ടെന്നും അത് വക്കീലും മനസ്സിൽ കാണാത്ത തുകയേക്കാളും വലുതായിരിക്കുമെന്നുള്ള കാര്യവും പറഞ്ഞു. അങ്ങനെ അതെല്ലാം കേട്ട് അജയ് ഇങ്ങനെ ആകെ നിരഞ്ജനെ നോക്കി വല്ലാണ്ടായിട്ട് നിൽക്കുമ്പോൾ അല്ലാതെ കഞ്ഞിയും പയറുമല്ല തമ്പി വക്കീലിന് കൊടുക്കുന്നതെന്ന് നിരഞ്ജനെ ആക്കി പറയുവാണ് ഈ തമ്പി. അപ്പം അതൊക്കെ കേട്ടപ്പോൾ അപർണയ്ക്ക് ഭയങ്കര ഒരു പുച്ഛം, ചിരി, അഹങ്കാരം, അഹംഭാവം ഇതൊക്കെ കയറി ഇങ്ങനെ നിൽക്കുക. അച്ഛൻ കലക്കി എന്നുള്ള രീതിയിൽ. അത് ജാനയടത്തിയുടെ വക്കീലിനായിട്ടുള്ളൊരു താങ്ങാണല്ലോ എന്ന് അമൽ ചോദിക്കുമ്പം എനിക്ക് രുചിയായിട്ട് തോന്നിയിട്ടുള്ളത് എപ്പോഴും കഞ്ഞിയും പയറും തന്നെയാണെന്ന് നിരഞ്ജന അന്നേരം പറഞ്ഞു. ഇനിയിപ്പോൾ ഒരു പപ്പടം കൂടി കിട്ടിയാൽ അതിനകത്ത് സന്തോഷമേ ഉള്ളൂ എന്നും പറഞ്ഞു നിരഞ്ജന. എന്നും പറഞ്ഞ് ചിരിക്കും അന്നേരവും അപർണയെ ആക്കി ചിരിക്കുന്നത്. ആ സമയത്ത് അജയ് ഇങ്ങനെ അപർണയെ നോക്കുന്നു, നമ്മുടെ നിരഞ്ജനയെ നോക്കുന്നു. ആ സമയത്ത് അജയേട്ടാ കേസ് ഏതു വഴിക്ക് പോയാലും കിട്ടുന്നത് വേണ്ട എന്ന് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അജയേട്ടൻ ചാടി പിടിച്ചോ എന്നും പറഞ്ഞ് അമൽ അജയെ കളിയാക്കണം. ആ സമയത്ത് അജയ് അഡ്വാൻസ് വാങ്ങിക്കാൻ പറഞ്ഞു അപർണ. അജയ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക. പക്ഷേ അവർ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ അജയ് അത് കൈ നീട്ടി വാങ്ങിച്ചു. നിരഞ്ജന ഇത് അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അങ്ങനെ ആദ്യത്തെ പടി അജയ് കായലെടുത്ത് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. അപർണ ഭയങ്കര തലയെടുപ്പോട് കൂടി നിൽക്കുവാണ്. ഭൂമിയോളം താഴാനുള്ള ഒരു തലയായതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ കേസുമായി വന്നിരിക്കുന്ന സ്ത്രീ പണ്ട് കമ്പനിയിൽ ജോലി ചെയ്ത സ്ത്രീയാണെന്ന് പറയുന്നുണ്ടല്ലോ അങ്കിളെ എന്ന് അമൽ ഒരു ചോദ്യം. ആ സമയത്ത് ഇങ്ങനെ മകളെ ഒരു നോട്ടം. അങ്ങനെ ഒരാളെ കണ്ടെത്താൻ വേണ്ടിയിട്ടല്ലേ നിൻ്റെ ഏട്ടനും ഏട്ടത്തെയും ഈ വീട് വിട്ടങ്ങ് പോയിരിക്കുന്നതെന്ന് അപർണ ചോദിക്കുക അമലിനോട്. പക്ഷേ എനിക്ക് ആ സ്ത്രീയെ ഒരു പരിചയമില്ല, അങ്ങനെ ഒരു പേര് പോലും ഞാൻ കേട്ടിട്ടില്ലെന്നും പറഞ്ഞ് എന്തെങ്കിലും ഒരു സാധ്യത വെച്ചിട്ടല്ലേ ഇങ്ങനെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കാൻ പറ്റുമോ അല്ലടി മോളെ എന്നും ചോദിച്ചുകൊണ്ട് തമ്പി. ഏതവളാണവൾ? അവൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഈ കേസ് കോടതിയിലെത്തിയ നിലയ്ക്ക് തമ്പി സാർ ആ പേര് ഇനിയെങ്കിലും ഓർത്തു വെക്കുന്നത് വളരെ നല്ലതാ. രാധാമണി വാരസ്യാർ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ നമ്മുടെ നിരഞ്ജന നിന്നങ്ങ് പറഞ്ഞു. തമ്പി ഒന്നേരം എന്നും പറഞ്ഞ് കണ്ണും കൂച്ചിക്കൂട്ടി ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ അപർണ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപർണയ്ക്ക് അച്ഛൻ്റെ ആ ഒരു ചാഞ്ചാട്ടമൊക്കെ മനസ്സിലാവുന്നുണ്ട്. അജയ് ഒന്നും മിണ്ടിയില്ല. പൈസ മേടിച്ച് നിൽക്കുന്ന അജയ് അടിമുടി ഒന്ന് നോക്കിയിട്ട് നമ്മുടെ നിരഞ്ജന അങ്ങ് ഇറങ്ങിപ്പോയി. നിരഞ്ജന പോയി കഴിഞ്ഞപ്പം എന്തായാലും ജാനകിയുടെ കൈകളിലെ ഉണ്ണിത്താൻ വക്കീലിനെ മകൾ ചെന്ന് വീണതിൽ എനിക്ക് ഒത്തിരി വിഷമമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്കും വേണ്ടേ അങ്കിളെ ഒരു വക്കീലും കാര്യങ്ങളും ഒക്കെ. നിരഞ്ജനയുടെ ത്യാകുമ്പോൾ ഇതുപോലത്തെ നോട്ടുകെട്ടുകളൊന്നും വേണ്ടല്ലോ എന്ന് അമൽ പറഞ്ഞു. കഞ്ഞി കൊടുത്താൽ മതിയല്ലോ എന്നും പറഞ്ഞ അമൽ ഒരു കളിയാക്കലും കൂടി നമ്മുടെ തമ്പിക്കിട്ട്. ശരി, ഞാൻ അങ്കിളിനെ നേരിൽ വന്ന് കണ്ടോളാവെന്ന് പറഞ്ഞു ഈ അജയ്. അപ്പോൾ ഇതുകൂടെ കൊണ്ടൊന്നും തീരത്തില്ല അജയ്, ഇതൊരു കള്ളക്കേസാണെന്ന് തെളിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അടുത്ത ഒരു കേസ് അജയ്ക്ക് തരുമെന്ന് പറഞ്ഞു. തൽക്കാലം അജയ് ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് അജയ്യെ പറഞ്ഞു വിട്ടു. അതിന് ശേഷം ഇവിടെ തമ്പി അമലിനോട് പറയാം, നീ ഇത്രയ്ക്കൊരു പൊട്ടനായി പോയല്ലോടാ, ആ അബിയുടെയും ജാനകിയുടെയും കൂടെ നിൽക്കാതെ നീ ഞങ്ങളുടെ കൂടെ ഒന്ന് നിൽക്കടാ എന്നും പറഞ്ഞിങ്ങനെ പറയാം. അങ്കിളിൻ്റെ സമ്പാദ്യം മുഴുവനും നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞപ്പം ഇതൊക്കെ ആരോടാ അച്ചായി പറയുന്നത്? മനുഷ്യൻ അഭിമാനം എന്നൊന്നില്ലെങ്കിൽ പിന്നെ എന്ത് നിലപാടാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു അപർണ. അങ്കിള് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എനിക്കൊരു നിലപാടേ ഉള്ളൂ, അത് സത്യത്തിൻ്റെ നിലപാടാണ്. ഞാൻ അവിടെ മാത്രമേ നിൽക്കത്തുള്ളൂ. ആര് കൂടെ നിന്നാലും ഇല്ലെങ്കിലും ഉപ്പ് തിന്നാൽ വെള്ളം കുടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അമലും അവിടെ നിന്ന് അങ്ങ് പോയി. അമൽ അവിടെ നിന്ന് പോയപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക തമ്പി. അപ്പോൾ അച്ഛാ, കോടതിയിൽ വേണ്ടത് നിലപാടല്ല എവിഡൻസ് ആണെന്നും ഈ കേസിന് എന്ത് എവിഡൻസാണ് ഉള്ളതെന്ന് ചോദിക്കുമോ നമ്മുടെ അപർണയെ. ആ സമയത്ത് തമ്പി ഇങ്ങനെ നിന്ന് ആലോചിക്കുക എന്ത് എവിഡൻസ് കൊടുക്കുമെന്ന് ഓർത്ത്. അങ്ങനെ അച്ഛനും മോളും കൂടി എവിഡൻസും തപ്പി നടക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അബി ഇങ്ങനെ ആകെ വിഷമിച്ച് തല പുകഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പം നമ്മുടെ സക്കീർ ഭായിയെ വിളിച്ചു. സക്കീർ ഭായിയുടെ വിവരങ്ങളെല്ലാം പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനും അന്തം വിട്ട് നിൽക്കുക.
ഇത് എന്തൊരു പരീക്ഷണം ഇതിപ്പോൾ ഇത്രയും കാര്യങ്ങൾ വഷളാകുന്നതിന് മുന്നേ തന്നെ കാര്യങ്ങൾക്കെല്ലാം ഒരു തീർപ്പുണ്ടാക്കേണ്ടതായിരുന്നില്ലേ എന്ന് വക്കീലും ചോദിക്കുക. അബിയോട് ഞാനിതൊക്കെ പറഞ്ഞു തരേണ്ട കാര്യമുള്ളതാണോ എന്നും സക്കീർ ഭായ് ചോദിച്ചപ്പോൾ ഞാനതത്ര സീരിയസ് ആയിട്ടൊന്നും കണ്ടില്ല, വലിയ തെറ്റായിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അബി പറയാം. ഈ ഫോണിൽ നിന്നും ആ ഫയൽ വീണ്ടെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം, അതിന് എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഫയലുകളെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അടുത്ത പ്രശ്നം. ഈ അബി എല്ലാം കൊണ്ടേ തൊലച്ച് കളഞ്ഞു. ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് ഈ കേസിൻ്റെ അന്തിമ വിജയം കിട്ടിയില്ല എങ്കിൽ കൂടി പുനരന്വേഷണത്തിന് വഴി ഒരുങ്ങിയേ തീരൂ എന്ന കാര്യം നമ്മുടെ വക്കീൽ പറയാം. ഇപ്പോൾ ജാനകിയുടെ ഈ തീരുമാനത്തിൽ അപ്പോൾ അന്നേ ഞങ്ങൾ വലിയൊരു സാധ്യത പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ഇതുപോലെ എത്രയോ കേസുകൾ എൻ്റെ ഇതുപോലെയുള്ള അനുഭവങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. ഇനിയിപ്പോൾ അതിനെപ്പറ്റിയുള്ള ചിന്തകൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല, നമ്മൾ അടുത്ത വഴി നോക്കണമെന്ന് വക്കീൽ അബിയോട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി നഷ്ടപ്പെട്ടു പോയ ഫയലും കാര്യങ്ങളും എല്ലാം സെറ്റാക്കാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ ഭാര്യയുടെയും അനിയത്തിയുടെയും അഭിമാന പ്രശ്നമാണെന്നുള്ള കാര്യം അബി ഓർക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതെ സക്കീർ ഭായ്, മാധവ വാര്യർ ഒരു കേസ് കൊടുത്തതിൻ്റെ വിവരം ആ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് ലഭിച്ചതെന്നും അതുപോലെ തന്നെ കേസിൻ്റെ സ്വഭാവത്തെപ്പറ്റി വ്യക്തമായിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നമ്മുടെ അബി പറയാം. അപ്പോൾ അതിന് കൊടുത്ത പെറ്റീഷൻ തപ്പിയെടുക്കണം എന്ന് പറഞ്ഞു. അത് സ്റ്റേഷനിൽ ഉണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ല. തമ്പിയുടെ വലങ്കൈ സേനൻ ആ സമയത്ത് അവിടുത്തെ സബ് ഇൻസ്പെക്ടർ ആയിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ സക്കീർ ഭായ് പറയാം. അമ്മയുടെ അച്ഛൻ കേസ് കൈമാറിയ ആ CI ഒന്ന് നേരിട്ട് കാണണം. മറ്റൊന്ന് അച്ഛൻ്റെ സഹായിയായിരുന്ന ആ മാഷിനെയും ഒന്ന് കണ്ടെത്തണമെന്ന് പറഞ്ഞു നമ്മുടെ അബി. അപ്പോൾ CIയിൽ നിന്നും കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നും അതുപോലെ എത്രയോ കേസുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തതാണെന്നുള്ള കാര്യവും പറഞ്ഞു. പക്ഷേ മാഷിന് എല്ലാം അറിയാമല്ലോ. അപ്പോൾ മാഷിനെ കൈയോടെ പൊക്കിയാൽ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാകുമെന്ന് അബിയും വക്കീലും കൂടെ പറയാം. അപ്പോൾ കേസ് റീഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള ആ ഒരു സമയങ്ങളിലാണ് ഈ ഒരു വിഷയം ചർച്ചാ വിഷയമാകാൻ പോകുന്നതെന്ന കാര്യവും അബി ഇങ്ങനെ പറയാം. അപ്പോൾ അത് അബി, ഇപ്പം വേണ്ടത് ഈ അപേക്ഷയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട കോടതി സമക്ഷം ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് മാത്രമാണെന്ന കാര്യം നമ്മുടെ സക്കീർ ഭായ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അബിയും അത് തന്നെയാണ് ശരിയെന്നുള്ളൊരിതിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ രണ്ടുപേരും കൂടെ അതിനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളായിട്ട് നിൽക്കുന്ന ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നിരഞ്ജന ഫയലുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഉണ്ണിത്താൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ കേസിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിൻ്റെ കയ്യിലില്ലേ, തെളിവുകളൊക്കെ നിൻ്റെ കയ്യിലില്ലേ എന്നൊക്കെ അച്ഛൻ വന്ന് മകളോട് ചോദിക്കുമ്പോൾ അതൊന്നും അല്ല അച്ഛാ, ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം രാധാമണി വാരസ്യാർ കേസിൽ തമ്പി കൊണ്ടുവന്ന വക്കീൽ ആരാണെന്ന് അച്ഛൻ അറിഞ്ഞോന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, ഞാൻ അറിഞ്ഞില്ല. അയാൾ ചിലപ്പോൾ ഡൽഹിയിൽ നിന്ന് വക്കീലിനെ കൊണ്ടുവരുമായിരിക്കും. ഇപ്പോൾ അഭിയോ ജാനകിയോ ഒന്നും അല്ല, തമ്പി എതിരാളികളായിട്ട് കാണുന്നതേ ഉണ്ണിത്താനെയും മോളെയും ആണെന്നും ഉണ്ണിത്താൻ പറയുക. അല്ല, നിനക്കൊല്ല വിവരവും കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ അത് ഇന്നലെ രാത്രി തന്നെ ഞാൻ അറിഞ്ഞച്ചാന്ന് നിരഞ്ജന പറഞ്ഞു. അതാരാ അച്ഛാ? തമ്പിയുടെ അഡ്വക്കേറ്റിൻ്റെ കൂടെ ഇരുന്നുകൊണ്ടായിരുന്നു ഇന്നലെ രാത്രിയിൽ എൻ്റെ അത്താഴവും എന്ന് പറഞ്ഞ് ചിരിക്കുമ്പം നീ ചിരിക്കാതെ ആരാന്ന് പറയാൻ പറഞ്ഞു അച്ഛൻ. അപ്പോൾ എൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞപ്പം ആര്? അജയോ? അപ്പോൾ അതെ അജയ് തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ ഉണ്ണിത്താൻ നടുങ്ങി. ഇന്നലെ രാത്രി അത്താഴ സമയത്ത് അജയെ ഇരുത്തി വളരെ നാടകീയമായിട്ടാണ് അപർണ അതെല്ലാം പറഞ്ഞതെന്ന കാര്യം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഉണ്ണിത്താന് ചിരിയാണ് വന്നത്. ഈ തീരുമാനം തമ്പിയുടേതല്ല, അപർണയാണ് അജയെ കൊണ്ടുവന്നിരിക്കുന്നതെന്നും അതിൽ നിന്ന് അച്ഛന് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അപർണ ലക്ഷ്യം വയ്ക്കുന്നത് എന്നെയാണ് എന്നുള്ളത് ഇല്ലേന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ അവൾക്ക് മാത്രമല്ല തമ്പിക്കും പങ്കുണ്ടെന്നുള്ള കാര്യം ഉണ്ണിത്താൻ പറയാം. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുമെന്ന് തമ്പി ഇപ്പോൾ ആഹ്ലാദിക്കുന്നുണ്ടാവും എന്നും പറഞ്ഞിങ്ങനെ ഉണ്ണിത്താൻ പറഞ്ഞു. നിനക്ക് ധൈര്യക്കുറവ് വല്ലതും തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അജയ് അങ്ങനെ എടുത്ത് തള്ളാൻ പറ്റുന്ന ഒരാളൊന്നും അല്ല കേട്ടോ, ഇവിടെ വന്ന് അടവുകളൊക്കെ പഠിച്ചിട്ട് പോയവനാണെന്നൊക്കെ പറയുമ്പം ഞാൻ എന്തിനാച്ചാ പേടിക്കുന്നത്? അതിൻ്റെ ആവശ്യം എനിക്കില്ലല്ലോ. സത്യം നമ്മുടെ ഭാഗത്തല്ലേ, പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? ഇപ്പോഴേ പെറ്റീഷൻ കോടതി തള്ളി എന്നുള്ള അഹങ്കാരത്തിലാണ് അപർണ എന്ന കാര്യം നിരഞ്ജന പറഞ്ഞു. കേസ് റീഓപ്പൺ ചെയ്യാനുള്ള കോടതി ഉത്തരവിടുന്നത് വരെയുള്ള അച്ഛൻ്റെയും മകളുടെയും ആഹ്ലാദമാണെന്ന കാര്യം നിരഞ്ജന പറയുമ്പം ഡിഫൻസ് ലോയർ അജയ് ആയതുകൊണ്ട് നീ കൂടുതൽ സൂക്ഷിക്കണമെന്ന് അച്ഛൻ മകൾക്ക് പറഞ്ഞു കൊടുത്തു. ശരി, പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതൊന്നും അല്ല കേട്ടോ, നിന്നെ സഹായിക്കാൻ വേണ്ടി ഞാനും ഉണ്ടാകുമെന്ന് അച്ഛൻ മകൾക്ക് ഉറപ്പ് കൊടുത്തു. മോള് അല്പം പോലും പതറിപ്പോകരുതെന്നും അച്ഛൻ പറയുമ്പോൾ അച്ഛൻ്റെ ഉത്കണ്ഠയൊന്നും എനിക്കില്ല, കുറച്ചുകൂടി ത്രില്ലടിച്ച് എനിക്കിപ്പോൾ പൊരുതാൻ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നിരഞ്ജന ഇങ്ങനെ പറയാം. അങ്ങനെ അച്ഛനും മോളും കൂടെ സന്തോഷത്തോടെ നിൽക്കുന്നു. അങ്ങനെ അച്ഛനോട് യാത്ര പറഞ്ഞ് മോൾ അവിടുന്ന് പോയി. അപ്പോൾ ഏതായാലും നല്ല കാര്യം തന്നെയാണ്, എൻ്റെ മകളുടെ ജീവിതത്തിൽ നിന്നും അവൻ പുറത്തു പോകാനുള്ള വഴി
നീയായിട്ട് തന്നെ തുറന്നു തന്നല്ലോ അജയ്, സന്തോഷമുണ്ട്. നിരഞ്ജനയിൽ നിന്ന് നിന്നെ എങ്ങനെ അടർത്തി കളയാമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞാനെന്ന് നമ്മുടെ ഉണ്ണിത്താൻ മനസ്സിൽ ചിന്തിക്കുക. ഈ പെറ്റീഷൻ്റെ ഭാവി എന്തായാലും ഉണ്ണിത്താന് വേണ്ടിയിട്ടാണ് കോടതിയിൽ എത്തിയിരിക്കുന്നതെന്നും നിരഞ്ജന തന്നെ നിന്നെ തള്ളി പറയുന്നൊരു സമയം വരുമെന്നൊക്കെ ഉണ്ണിത്താൻ ഇങ്ങനെ മനസ്സുകൊണ്ട് സന്തോഷിക്കുക, തൻ്റെ മകളെ തനിക്ക് തിരിച്ചു കിട്ടുമെന്ന്. ഇങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതോ, അപർണയെ കാണാൻ ഒരു ചേച്ചി വീട്ടിലേക്ക് വന്നിരിക്കുന്നു. ആഹാ, ഇതാരാ ഇത്? ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താടി കാര്യം, എന്തൊരു വേഷമാടി ഇതെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്ന് പോടി, പണ്ടും ഞാനിങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്നും കുറച്ചു കാലം അച്ഛൻ്റെ കൂടെ കാനഡയിലായിരുന്നല്ലോ എന്നൊക്കെ പുള്ളിക്കാരി പറയാം. നാട്ടിൽ പഴയ ഡ്രസ്സിലൊക്കെ ഒന്ന് ജീവിച്ചോട്ടേടി എന്നൊക്കെ പറഞ്ഞപ്പം നീ വരുന്നു എന്നറിഞ്ഞ് ഞാനിങ്ങ് പോകുന്നതാ. അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ എനിക്കും കൂടെ വരാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. ആദ്യം വസുന്ധരാമ്മയെ ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് നമ്മുടെ വിശേഷങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പം നീ വാ എന്നും പറഞ്ഞിങ്ങനെ കൂട്ടുകാരിയും കൂട്ടി അമ്മയെ കാണാനായിട്ട് പോണു. അമ്മ അങ്ങനെ വിഷമിച്ച് അവിടെ ഇരിക്കുമ്പോൾ ഡോക്ടറും അപർണയും കൂടെ അങ്ങോട്ടേക്ക് ചെന്നു. എന്നിട്ട് അമ്മയോട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു, ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ ചോദിച്ചു. അപ്പോൾ അമ്മയ്ക്ക് അസുഖം ഭേദമാണെന്നൊന്നും അല്ലടി വിചാരം, വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് എപ്പോഴും ഉത്കണ്ഠയും പേടിയും മാത്രമേ ഉള്ളൂ എന്ന് അപർണ ഇങ്ങനെ പറയാം. ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഞാൻ വസുന്ധരാമ്മയോടും അങ്കിളിനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ ഡൽഹിക്ക് പോകാമെന്ന്. അങ്ങനെ ചെയ്യത്തില്ലേ? നെഫ്രോപ്പതിക്ക് ഏറ്റവും മികച്ച ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഡൽഹിയിൽ കിട്ടും. വസുന്ധരാമയ്ക്ക് നെഫ്രൈറ്റിസ് രോഗമാണെന്ന കാര്യം ഈ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, ആകെ വല്ലാണ്ടായി. പിന്നെ അങ്ങോട്ട് പോകാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം, ഒന്ന് സമ്മതം പറഞ്ഞാൽ മാത്രം മതി എന്ന ഡോക്ടർ ഇങ്ങനെ പറയുമ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കിയിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.